പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. മരണത യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം മുന്നമേ അറിയിക്കട്ടെ. സാധാരണ ഞായറാഴ്ച ദിവസങ്ങളിലെ എവൻഗേലിയൻ വായനകളിൽ നിന്നുള്ള ധ്യാനമാണ് നമ്മൾ ശ്രദ്ധിച്ചു പോരുന്നത്. ഇന്ന് നമുക്ക് അല്പസമയം ധ്യാനിക്കുവാനായിട്ട് പ്രാർത്ഥിച്ചു വരിക. ഒരു വാക്ക് പ്രാർത്ഥിച്ച് ധനഹായുടെ ശേഷമുള്ള ഒന്നാമത്തെ ഞായറാഴ്ച ക്രമീകരിക്കപ്പെട്ടിരിക്കുന്ന വായനകൾ നമുക്ക് ധ്യാനിക്കാം. നമുക്കിപ്പോൾ ഒരു നിമിഷം കണ്ണുകളടുത്ത് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. നിത്യനും വാട്ടിലുള്ളവരുമായ ഞങ്ങളുടെ സ്വർഗ്ഗ പിതാവേ, ഈ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. അല്പസമയം ഞങ്ങൾക്ക് തിരുവചനത്തിൽ നിന്ന് ധ്യാനിക്കാനുള്ള കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് ഞങ്ങളെ ഈ സമയം നയിക്കണമേ. പരിശുദ്ധാത്മാവിനാൽ ഈ വചന ശുശ്രൂഷ നിവർത്തിക്കപ്പെടുവാൻ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനും കേൾക്കുന്ന മക്കൾക്കും പറയുന്ന എനിക്കും ആത്മനിറവിലായിരിക്കുവാൻ ദൈവം ഇടപെടണമേ. പരിശുദ്ധാത്മാവ് സഹായിക്കണമേ. യേശുക്രിസ്തുവിന്റെ രക്തത്താൽ ഞങ്ങളെല്ലാവരെയും സംരക്ഷിക്കണമേ, കഴുകണമേ, വിശുദ്ധീകരിക്കണമേ. കാതുകളെയും ചിന്തകളെയെല്ലാം വിശദീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ പരിശുദ്ധ നാമം ചോദിക്കുന്നു. പരിശുദ്ധ അമ്മേ ദൈവമാതാവേ, സകല വിശുദ്ധന്മാരെ വിശുദ്ധീകതയിലെ പ്രാർത്ഥിക്കണമേ. എല്ലാം ഞങ്ങൾക്കായി കാൽവരി ജീവിതം വെച്ച് ഞങ്ങൾ രക്ഷിച്ചു കൊണ്ടെടുത്താം. യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ധനഹായ്ക്ക് ശേഷം വരുന്ന ഒന്നാമത്തെ ഞായറാഴ്ച വായന സന്ധ്യയുടെ വായനയായിട്ട് പിതാക്കന്മാർ ക്രമീകരിച്ചിരിക്കുന്നത് മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 14 മുതൽ 34 വരെ വാക്യങ്ങളാണ്. പ്രഭാത വായന സുവിശേഷം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 18 മുതൽ 28 വരെ വാക്യങ്ങളാണ്. കുർബാനയുടെ പഴയ നിയമങ്ങളായിട്ട് രാവിലെയുള്ള വായന ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായം 18 മുതൽ 34 വരെ വാക്യങ്ങളോ, 30-ാം അധ്യായത്തിന് 36-ാമത്തെ വാക്യവും 31-ാം അധ്യായത്തിന് 2-ാമത്തെ വാക്യവും. ലേഖനങ്ങൾ പൊതുവിനെഴുതിയ ലേഖനം അപ്പോസ്തല പ്രവൃത്തിയാണ് 2-ാം അധ്യായത്തിന് 37 മുതൽ 47 വരെ വാക്യം. പൗലോസ് ശ്ലീഹ എഴുതിയത് എഫേസ്യർ 1-ാം അധ്യായം 3 മുതൽ 14 വരെ വാക്യം. വിശുദ്ധ കുർബാനയുടെ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 12 മുതൽ 22 വരെ വാക്യം. നമുക്കത് അല്പസമയം ഒന്ന് ധ്യാനിച്ചു പോകാമെന്ന് ആഗ്രഹിക്കുകയാണ്. പ്രാർത്ഥനയോടായിരിക്കും. ഒരിക്കൽ കൂടെ നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. ദൈവകൃപ നമ്മളിലെല്ലാവരിലും ധാരാളമായി ചൊരിയാൻ വേണ്ടി പ്രാർത്ഥിക്കും. ശ്രദ്ധാപൂർവം ഈ വചനത്തെ കേൾക്കുവാനായിട്ട് നമുക്ക് ആഗ്രഹിക്കും. എല്ലാവരും ശ്രദ്ധിക്കുക. പ്രിയമുള്ളവരെ, വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 14 മുതൽ 34 വരെയുള്ള തിരുവചനങ്ങളാണ് നമ്മൾ സന്ധ്യയുടെ വായനയായിട്ട് ക്രമീകരിക്കുന്നത്. അതിൽ 3-4 കാര്യങ്ങളാണ് അവിടെ വ്യക്തമാക്കുന്നത്. ഒന്ന്, യേശുവിന്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്ന ഭാഗമാണ് അവിടെ തുടങ്ങുന്നത്. യേശുവമ്പുരാൻ ഗലീലയിലെത്തി ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് പറഞ്ഞു, കാലം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. രണ്ടാമത്തെ ചിന്ത അവിടെ കാണുന്നത് യേശു ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നതാണ്. അപ്പോൾ ഒന്ന്, കാലം തികഞ്ഞു എന്ന് പറഞ്ഞാൽ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ഇനി എല്ലാവരും ദൈവരാജ്യത്തെ ശ്രദ്ധിക്കേണ്ട ആവശ്യമായി എന്നുള്ളതാണ് ഒന്നാമത്തെ ചിന്ത. ആ ദൈവരാജ്യത്തിന്റെ വളർച്ചയ്ക്ക്, ദൈവരാജ്യം വ്യാപിപ്പിക്കുന്നത്, എല്ലാ ഹൃദയങ്ങളും ആ ദൈവരാജ്യത്തെ സ്വീകരിക്കുന്നതിന് ശിഷ്യന്മാർ വേണം. ആ ശിഷ്യന്മാരെ പ്രചരിപ്പിക്കുവാനായിട്ട് തിരഞ്ഞെടുക്കുന്ന ഭാഗം അത് കടൽ തീരത്തുകൂടി നടക്കുമ്പോൾ അവിടെ കടലിൽ വല വീശിക്കൊണ്ടിരുന്ന അല്ലെങ്കിൽ മീൻ പിടിച്ചുകൊണ്ടിരുന്ന ശമോനും സഹോദരൻ അന്ത്രയോസിനെയാണ് ആദ്യം കാണുന്നത്. അവരോട് പറയുന്നത് ഇങ്ങനെയാണ്, എൻ്റെ പിന്നാലെ വരിക, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാണ്. ഓരോ മനുഷ്യരെയും തൻ്റെ പാപത്തിൽ നിന്ന് മോചിപ്പിച്ച്
പാപങ്ങളെ മോചിപ്പിക്കുന്ന കർത്താവിൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചേർത്ത് വെച്ച് ദൈവത്തിനെ ഏൽപ്പിക്കുന്ന ഒരു ഉത്തരവാദിത്വം ഏൽപ്പിക്കണം. ഞാൻ നിങ്ങളെ ഇന്നു മുതൽ, അതുവരെ അവർ മീൻ പിടിച്ചുകൊണ്ടിരുന്നവരാണ്, ഇന്നു മുതൽ അവർ മനുഷ്യരെ പിടിക്കുന്നവരാകുന്നു എന്നാണ് അവിടെ വ്യക്തമാക്കുന്നത്. ഇത് പറഞ്ഞ ഉടൻ തന്നെ അവർ വലകൾ ഉപേക്ഷിച്ചു, അവനെ അനുഗമിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. യേശുവിൻ്റെ ശിഷ്യത്വത്തിലേക്ക് വരുമ്പോൾ ഉപേക്ഷിക്കേണ്ടതെല്ലാം ഉപേക്ഷിച്ച് വരണമെന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ്. അവരുടെ ഉപജീവന മാർഗമായ തൊഴിൽ അവർ ഉപേക്ഷിച്ചു. ഇന്ന് യേശുവിനെ പിൻപറ്റുന്നവര് തൊഴിൽ അന്വേഷിക്കുകയാണ്. ഇന്നത്തെ വ്യത്യാസം അതാണ്. യേശുവിനെ പിൻപറ്റാൻ വിശ്വാസക്കുറവാണോ, അല്ലെ യേശു നടത്തില്ല, വഴി നടത്തില്ല എന്ന കാര്യം ഓർത്തിട്ടാണെന്നറിയില്ല, വൈദികർ പോലും ഇന്ന് ജോലി അന്വേഷിക്കുന്ന ഒരു കാലഘട്ടത്താണ് ജീവിക്കുന്നത്. ജോലി എന്താണെന്ന് പണ്ട് വൈദികരോടൊക്കെ ചോദിക്കുമ്പോൾ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, അവരുടെ ജോലി കോളത്തിലെഴുതും ദൈവവിചാരം അല്ലെങ്കിൽ ദൈവവേല. ഇന്ന് ആ കോളമൊക്കെ വരുമ്പോൾ സർക്കാർ ജോലി വരെ പറയാനുള്ള സാധ്യതകളുണ്ട്. ഇവിടെ ദൈവരാജ്യത്തിന്റെ വളർച്ചയ്ക്ക് മനുഷ്യരെ പിടിക്കുന്നവരാകണമെങ്കിൽ ഉപേക്ഷിക്കേണ്ട ആവശ്യമുണ്ടെന്നുള്ള ഒരു അറിവ് നമുക്ക് ഈ ശിഷ്യന്മാർ തരികയാണ്. രണ്ടാമതവിടെ നമ്മൾ കാണുന്നത് കഫർന്നഹൂമിൽ ചെന്ന് സബദിപുത്രന്മാരെ കണ്ട് യാക്കോബും അവന്റെ സഹോദരൻ യോഹന്നാനും അവരും ഇതുപോലെ വഞ്ചിയിലിരുന്ന് വലകൾ നന്നാക്കുകയായിരുന്നു. അവരെ വിളിച്ചു. കാരണം അവരെല്ലാം അത്ഭുതമുണ്ട്. കാരണം അവരെ പഠിപ്പിക്കുന്ന അവരുടെ പരീക്ഷന്മാരെ സഫറന്മാരെ പോലെയല്ല, അധികാരമുള്ളവരെ പോലെയാണ് യേശു പഠിപ്പിച്ചത് എന്ന് അവർക്ക് മനസ്സിലായി. അങ്ങനെ സാബുദൂർ സംഘാലയങ്ങളിലൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശുവിൻ്റെ ഈ പരസ്യ ജീവിതത്തിൽ പിശാചുക്കൾ പോലും യേശുവിനെ തിരിച്ചറിഞ്ഞ് ഭയപ്പെടുകയാണ്. ഈ ദൈവത്തിന്റെ പരിശുദ്ധനാണ്, ദൈവത്തിന്റെ പുത്രനാണ്, ഞങ്ങൾ ഉപദ്രവിക്കാൻ വരുന്നത് എന്താണെന്നൊക്കെ ചോദിച്ച് അവര് ഭയങ്കരമായിട്ട് ബഹളം ഉണ്ടാക്കുന്നുണ്ട്. പിശാച് നിലവിളിക്കുന്ന ഭാഗമായിട്ടാണ് എഴുതിയിരിക്കുന്നത്. നസറത്തുകാരനായ യേശുവെ, ഞങ്ങളെക്കുറിച്ച് നിനക്ക് എന്താ എന്നൊരു ചോദ്യമാണ് അവർ ചോദിച്ചത്. അവിടെയുള്ളവരെ വീണ്ടും പിശാചുക്കൾ പോലും യേശുവിനെ ഏറ്റുപറഞ്ഞ് പിശാച് ബാധിതരുടെ കൂട്ടത്തിൽ നിന്നെല്ലാം പിശാചുക്കൾ ഓടിപ്പോകുന്നു. അശുദ്ധാത്മാക്കളോട് വരെ യേശു അധികാരത്തിലൂടെ സംസാരിക്കുന്നു. അങ്ങനെ യേശുവിന്റെ ദൈവിക അധികാരം അവിടെ വെളിപ്പെടുത്തുന്ന ഭാഗമാണ്. രോഗത്തിന്റെ മേലും ശരീരത്തിന്റെ മേലും ആത്മാക്കളുടെ മേലെല്ലാം അധികാരമുണ്ടെന്ന് തെളിയിക്കുന്ന അനുഭവമാണ്. പത്രോസിന്റെ അമ്മായിയമ്മ അവിടെ സുഖമില്ലാതെ അടുക്കുകയാണ്. അവിടെ യാക്കോബിനോട് യോഹന്നാനും കൂടി ശമൂഹൻ അന്ത്രോസ് എന്നൊരു ഗ്രഹത്തിൽ വീട്ടിൽ ചെന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. അവിടെ ശീമോന്റെ അല്ലെങ്കിൽ പത്രോസിന്റെ അമ്മായിയമ്മ പനി പിടിച്ചു കിടക്കുന്നു. അവളെ ആ പനിയിൽ നിന്ന് മോചിപ്പിച്ച് അവള് ഇവരെ ശുശ്രൂഷിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങി. അങ്ങനെ യേശു ക്രിസ്തുവിന്റെ ആ മഹത്വം, യേശു ദൈവപുത്രനാണെന്നുള്ള ആ വലിയ മഹത്വം സകലയിടത്തും ധാരാളമായി മുഴങ്ങിക്കെട്ടു. പിശാചുക്കൾക്ക് തന്നെ പറ്റി അറിയാവുന്ന പിശാചുക്കളുടെ സാക്ഷ്യം വേണ്ട എന്ന് വെച്ചുകൊണ്ട് അവരോടൊന്നും സംസാരിക്കേണ്ട എന്ന് അവരെ അനുവദിച്ചില്ല. പിശാചുക്കളെ സംസാരിക്കാൻ അനുവദിച്ചില്ല. ദൈവാത്മാവ് തന്നെ വെളിപ്പെടുത്തണമെന്നുള്ള ആ ഒറ്റ കാരണത്താലാണ് പിശാചുക്കളെ സംസാരിക്കാൻ അനുവദിക്കാറ്. പിശാചുക്കൾ സംസാരിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ ആളുകളെല്ലാം പിശാചിന് കൂടെ പോകും. നമുക്കറിയാം, അപ്പോസ്തല പ്രവർത്തനം വായിക്കുമ്പോഴും പൗലോസിനെ ശീലാസിനെ കുറിച്ച് പിശാച് ബാധിതർ പറഞ്ഞത് സത്യമാണ്. പക്ഷെ അവരെ ബന്ധിച്ചു, അവരിനി അത് സംസാരിക്കണ്ടായിരുന്നു. പ്രഭാതമായാലും നമ്മൾ കാണുന്നത്
സ്നാപക യോഹന്നാനെ പരീശന്മാർ ചോദ്യം ചെയ്യുന്നതാണ്. നീ എങ്ങനെയാണ് വന്നത്? എന്താണ് നിന്റെ ഉദ്ദേശം? നീ ആരാണ്? ഏലിയായാണോ മശിഹായാണോ എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് പ്രവാചകന്മാർ, ആചാര്യന്മാർ, ലേവ്യരൊക്കെ യെരൂശലേമിൽ വെച്ച് ആളുകളെ വിട്ട് ചോദിക്കുകയാണ്. അപ്പോൾ യോഹന്നാൻ പറയുന്നത്, ഞാൻ അങ്ങനെ ഒരാളല്ല, ഞാൻ മരുഭൂമിയിൽ വിളിച്ചു പറയുന്നൊരു ശബ്ദമാണ്, ഏഷ്യ ദീർഘദർശി പറഞ്ഞിട്ടുള്ള പ്രകാരം കർത്താവിന് വഴി നിരപ്പാക്കാനുള്ള ആളാണെന്ന് പറയുന്നു. എന്നാൽ യോഹന്നാൻ പറഞ്ഞു, എൻ്റെ പിന്നാലെ ഒരുവൻ വരുന്നുണ്ട്, അവന് വന്നിട്ടുണ്ട്, അത് നിങ്ങളുടെ ഇടയിലുണ്ട്. അവൻ എൻ്റെ പിന്നാലെ വരുന്നവന് എനിക്ക് മുമ്പനുമാകുന്നു. പ്രായം കൊണ്ട് യോഹന്നാൻ ആണ് മുമ്പ്. മറിയത്തോട് ഗബ്രിയേൽ ദൂതൻ വന്ന് സംസാരിക്കുമ്പോൾ നിന്റെ ചാർച്ചക്കാരി എലിസബത്തിന്, നമ്മൾ യോഹന്നാന്റെ അമ്മയ്ക്ക് 6 മാസം ആണെന്ന് പറയും. പ്രായം കൊണ്ട് മൂപ്പ യോഹന്നാൻ. പക്ഷെ ആത്മീയ പ്രകാരം യോഹന്നാൻ പറയുകയാണ്, അവൻ ദൈവമാണ്, അവൻ എനിക്ക് മുമ്പുള്ളവനാണ്. യോഹന്നാൻ വെള്ളം കൊണ്ടാണ് മാമോദിസ നൽകുന്നത്. എന്നാൽ നിങ്ങൾ അറിയപ്പെടാത്ത ഒരുവൻ നിങ്ങളുടെ ഇടയിൽ വസിക്കുന്ന അവൻ എൻ്റെ പിന്നാലെ വരുന്നവനും എനിക്ക് മുമ്പനുമാകുന്നു. ഞാൻ അവൻ്റെ ചെരുപ്പുകളുടെ വാരഴിപ്പാൻ പോലും യോഗ്യനല്ല എന്ന് ഉത്തരം പറഞ്ഞു. ഇത് യോർദാൻ നദിയുടെ കരയിൽ വെച്ചൊക്കെ ഇങ്ങനെ സംസാരിച്ച് യേശുവിനെ യോഹന്നാൻ വെളിപ്പെടുത്തിക്കൊണ്ട് പോകും. അവർ യേശു തന്നെ ഏകരക്ഷകൻ, യേശു തന്നെ ലോകരക്ഷകൻ എന്നുള്ള ഒരു വലിയ സത്യം ലോകത്തോട് പറയണം. പിശാചുക്കൾ പോലും വെച്ച് പറയുകയാണ്, നീ വരാനിരിക്കുന്ന മശിഹായാണ്, രക്ഷകനാണ്, ക്രിസ്തുവാണ്. പിന്നെ നമ്മൾ പഴയ നിയമത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ ഇപ്രകാരം കാണുകയാണ്, ഇസ്ഹാക്കിന്റെ വംശപാരമ്പര്യം പറഞ്ഞാണ് അവിടെ തുടങ്ങുന്നത്. ഇസ്ഹാക്ക് റെബേക്കായെ വിവാഹം കഴിക്കുന്നു, ഭാര്യയെ സ്വീകരിക്കുന്നു. എന്നാൽ അവൾ ഗർഭം ധരിക്കുന്നില്ല. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. കുഞ്ഞുണ്ടായി. റെബേക്കയുടെ ഉദരത്തിൽ 2 കുഞ്ഞുങ്ങൾ ജനിച്ചു. അവിടെ റെബേക്കയുടെ ഉദരത്തിൽ വെച്ച് പ്രശ്നങ്ങളുണ്ടായി. റെബേക്കയ്ക്ക് എന്താ പറയുന്നത്, ഗർഭാവസ്ഥയിൽ ശാരീരിക ബുദ്ധിമുട്ടുണ്ടായപ്പോൾ അവൾ ദൈവത്തോട് ചോദിച്ചു, എന്താണ് എൻ്റെ അവസ്ഥ? അപ്പോൾ ഈ ഗർഭത്തിൽ കിടക്കുന്ന കുഞ്ഞുങ്ങളെക്കുറിച്ച് ദൈവം വെളിപ്പെടുത്തുകയാണ്. ഈ ഭാഗമൊക്കെ വായിക്കുമ്പോൾ നമുക്കും ഗർഭാവസ്ഥയിലൊക്കെ ആയിരിക്കും നമ്മൾ ദൈവത്തോട് കൂടുതൽ അടുക്കുവാനും പ്രാർത്ഥിക്കുവാനും ഇടയാകും. 2 വംശങ്ങളാണ്, 2 ജാതികളാണ്. അതിൻ്റെ വയറ്റിൽ വെച്ച് തന്നെ തിരിയും എന്നെല്ലാം പറയുമ്പോൾ മുൻകൂട്ടി തന്നെ ഒരു തെരഞ്ഞെടുപ്പ് അവിടെ ഉണ്ട്. നമ്മൾ മുമ്പോട്ടൊക്കെ വായിച്ചു വരുമ്പോൾ അതൊന്നുമല്ല മനസ്സിലാക്കുന്നത് ഒരാളെ ചതിച്ചു, വഞ്ചിച്ചു എന്നൊക്കെയാണ് മനസ്സിലാക്കുന്നത്. അതെത്രമാത്രം അങ്ങനെ ധ്യാനിക്കാനും അങ്ങനെ വ്യാഖ്യാനിക്കാൻ പറ്റുമെന്ന് അറിയില്ല. ഒരിക്കലും അത് പാടില്ല. ദൈവം അത് മുൻകൂട്ടി തിരഞ്ഞെടുത്താണ്. ദൈവത്തിൻ്റെ പദ്ധതികൾ എപ്പോഴും ഒരു പ്രത്യേക ഒരു സാഹചര്യത്തിലൂടെ അല്ലെങ്കിൽ ഒരു പ്രത്യേക വ്യക്തികളിലൂടെയൊക്കെയാണ് കടന്നു പോകുന്നത്. ലോകത്ത് ഒരുപാട് മനുഷ്യരുണ്ട്. പക്ഷെ ദൈവം തിരഞ്ഞെടുക്കുന്ന ചില രഹസ്യങ്ങൾ ദൈവികമായിട്ടുള്ളത് പറഞ്ഞു കൊടുക്കുവാനും മുമ്പോട്ട് നയിക്കുവാനും ചില ആളുകളെ ദൈവം തിരഞ്ഞെടുക്കും. അപ്പോൾ ആ രീതിയിലാണ് ആ കാര്യങ്ങൾ പോകുന്നത്. അങ്ങനെ യേശാവും യാക്കോബും തമ്മിൽ ഈ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാതെ അവർ തമ്മിൽ ജ്യേഷ്ഠാവകാശം യേശാവ് വിറ്റുകളയുന്നു. പിന്നെ ജ്യേഷ്ഠാവകാശത്തിന് വേണ്ടി തർക്കിക്കുന്നു. അങ്ങനെ യാക്കോബ് സ്വന്തം വീട്ടിൽ നിന്ന് ഒളിച്ചോടി പോകേണ്ടി വരുന്നു. പിന്നെ യാക്കോബ് ചെന്നു ചേരുന്നത് അവൻ്റെ അമ്മ വീടായ അവൻ്റെ അമ്മാവൻ്റെ വീട് ലാബാൻ്റെ അടുത്താണ്. ലാബാൻ യാക്കോബിനെ ധാരാളമായി, നിസ്സാരമായിട്ടൊന്നുമില്ല, ധാരാളമായി തന്നെ വഞ്ചിക്കുന്നു. അപ്പോൾ ദൈവം യാക്കോബിന് ബുദ്ധി പറഞ്ഞു കൊടുക്കുന്നു. ലാബാനെ മുമ്പിൽ നീ ജയം കൊള്ളാൻ, സാമ്പത്തികമായിട്ടും മറ്റേതെങ്കിലും രീതിയിൽ നിന്നെ വഞ്ചിച്ചതിന് നീ അവൻ്റെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കാൻ, സാമ്പത്തികമായി ഉയരുന്ന തരത്തിൽ നിൽക്കാൻ അവന് ബുദ്ധി പറഞ്ഞു കൊടുക്കുന്നു. ആ ബുദ്ധി അനുസരിച്ചുള്ള പ്രവർത്തനങ്ങളിലൂടെ യാക്കോബ് പ്രവർത്തിക്കുന്നു. അപ്പോൾ അവൻ്റെ സമ്പത്ത് വർദ്ധിക്കുന്നു.
ദൈവം പറഞ്ഞതനുസരിച്ച് അവൻ പ്രവർത്തിച്ചത് വഴി ആരെയും വഞ്ചിക്കാനോ ആരെയും ചതിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കൃത്യമായി അവൻ്റെ സമ്പത്ത് വർദ്ധിച്ചു. അപ്പോൾ പണിയെടുക്കാതെ യാക്കോബിനെ കൊണ്ട് പണിയെടുപ്പിച്ച് ജീവിച്ച ലാബാനും അവൻ്റെ മക്കളും അസൂയാലുക്കളാകുന്നു. ലാബാന്റെ മക്കൾ യാക്കോബിന്റെ സാമ്പത്തിക ഉയർച്ചയിൽ നിരസപ്പെടുന്നു. യാക്കോബ് അപ്പൻ്റെയൊക്കെ അടിച്ചു മാറ്റിയതെന്നൊക്കെ പറയുന്നു. പക്ഷേ പണിയെടുക്കാത്തവരങ്ങനെയാണല്ലോ പറയണേ. അപ്പോൾ വീട്ടിൽ ഒരു കുടുംബത്തിൽ തന്നെ ചേട്ടന്മാരുടെ ചിലര് കഠിനാധ്വാനം ചെയ്ത് പണിയെടുത്ത് പൈസ ഉണ്ടാകുമ്പോൾ പണിയെടുക്കാത്ത അലസന്മാർ പറഞ്ഞെന്താ, കിട്ടിയ കാശിന് കള്ളും കുടിച്ച് തോന്നിയ ദിവസം നടന്ന എല്ലാം നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ ഉയർന്നവനെ കാണുമ്പോൾ, സാമ്പത്തികമായിട്ട് ഉയർന്നവനെ കാണുമെന്ന് പറഞ്ഞാൽ അവനെ അപ്പനെ അടിച്ചു മാറ്റിയത്, അവൻ പറ്റിച്ചെടുത്തത്. എനിക്കത് തന്നില്ല, ഇത് തന്നില്ല, അപ്പുറം തന്നില്ല, ഇപ്പുറം തന്നില്ല, അങ്ങനെ തന്നില്ല, ഇങ്ങനെ തന്നില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള വഞ്ചന, അതൊക്കെയാണ് അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഇതൊക്കെ വായിക്കുമ്പോൾ എൻ്റെയും നിങ്ങളുടെയും വ്യക്തിപരമായ സ്വഭാവം എന്തൊക്കെയാണെന്ന് പരിശോധിക്കുക. അങ്ങനെ നമ്മൾ ആ ഭാഗം കഴിഞ്ഞ് ലേഖനത്തിലേക്ക് വരുമ്പോൾ, പ്രിയമുള്ളവരെ, വീണ്ടും അവിടെ പൊതുവിനെഴുതിയ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തിയാണ് അവിടെ നമുക്ക് കാണുന്നത്. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായമാണ്. 2-ാം അധ്യായം നമ്മളെപ്പോഴേ നമ്മളെ ചിന്തിപ്പിക്കുകയും നമ്മളെ എന്താ പറയുന്നത്, വളരെ ഉത്സാഹഭരിതരാക്കുന്ന അല്ലെങ്കിൽ വലിയ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. അവിടെ 38-ാമത്തെ വാക്യം പറയുന്നു, പശ്ചാത്തപിച്ച് ഓരോരുത്തരും പാപമോചനത്തിനായി കർത്താവായ യേശുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കുവിൻ, അപ്പോൾ പരിശുദ്ധാത്മ ദാനം നിങ്ങൾക്ക് ലഭിക്കും. പരിശുദ്ധാത്മാവിലൂടെ മാമോദിസയിലൂടെ നമുക്ക് പരിശുദ്ധാത്മാവിന്റെ ദാനം ലഭിക്കുമെന്ന് പറയുക. അങ്ങനെ ഈ വചനങ്ങളൊക്കെ അവരോട് സംസാരിച്ചു. അവരെല്ലാവരും സ്നാനപ്പെട്ടു. 3000 പേരുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അവർ പല ആളുകളാണ്, യഹൂദന്മാരായിരുന്നു. സ്നാനത്തെക്കുറിച്ചൊന്നും അവർക്കറിയില്ല. അവര് യോഹന്നാന്റെ വെള്ളം കൊണ്ടുള്ള സ്നാനമാണ് സ്വീകരിച്ചത്. ഇവിടെ പരിശുദ്ധാത്മാവിനുള്ള സ്നാനം അവർ സ്വീകരിക്കുക. അപ്പോൾ അവിടെ എന്താ പറയുന്നത്, 3000 പേര് സ്നാനപ്പെട്ടപ്പോൾ എന്ത് സംഭവിച്ചു? അവരെല്ലാവരും ഒരേ ഹൃദയരാത്മാവുള്ളവരായി മാറി എന്ന് പറയുന്നു. മാത്രമല്ല അവർ സമ്പത്തൊക്കെ വിഭജിച്ചു കൊടുക്കുന്ന, ഭാഗം വെക്കുന്ന രീതിയിലേക്ക് പോകും. പഴയ നിയമം നമ്മൾ വായിച്ചു, ഭാഗം വെക്കുന്ന കാര്യത്തിലോ അല്ലെങ്കിൽ അനുഗ്രഹത്തിന്റെ കാര്യത്തിൽ തർക്കമുണ്ടായെടുത്ത് ഇവിടെ ആരും വലിയവനെന്നോ ചെറിയവനെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരേപോലെ ചിന്തിക്കുന്ന ഒരനുഭവമാണ് കാണുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ നമ്മൾ യേശുക്രിസ്തുവിനെ അറിഞ്ഞാൽ, പരിശുദ്ധാത്മാവ് നമ്മളെ നയിച്ചാൽ, നമ്മളെല്ലാവരും തീർച്ചയായിട്ടും ദൈവത്തെ കാണുന്നത് പോലെ തന്നെ മനുഷ്യനെ കാണുവാനും ഒരു സമത്വ, സാഹോദര്യ, നീതിയുള്ള ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സൃഷ്ടിക്കാനായിട്ട് ദൈവാത്മാവിന്റെ പ്രേരണയാൽ ആഗ്രഹിക്കുകയും ചെയ്യും. അപ്പൊ അതാണ് ആദിമസഭയിൽ നടന്നത്. സകല ജനങ്ങളുടെയും കരുണയ്ക്ക് പാത്രീഭൂതരായി ദൈവത്തെ സ്തുതിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. കർത്താവ് രക്ഷയ്ക്ക് യോഗ്യരായവരെ ദിനംപ്രതി സഭയിൽ ചേർക്കുകയും ചെയ്തു. അപ്പൊ രക്ഷയ്ക്ക് യോഗ്യരായവർ എന്ന് പറഞ്ഞാൽ ഈ കാര്യങ്ങൾ ചെയ്യുന്നവരാണ്. 1, പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവര്. 2, സമ്പത്ത് മറ്റുള്ളവർക്കും കൂടി അനുഭവിക്കാനുള്ളതാണെന്നുള്ള ചിന്തയിൽ പങ്കുവെക്കുന്നവര്. 3, ഏകമനസ്സായി ദേവാലയത്തിൽ വെച്ച് അപ്പം മുറിക്കുകയും ഭവനത്തിൽ വെച്ച് പ്രാർത്ഥനയൊക്കെ നടത്തുകയും ഹൃദയപരമാർത്ഥത്തോടെ ആഹാരം കഴിക്കുകയും ചെയ്യും. അന്ന് ഭവനങ്ങളെന്ന് പറയാൻ പറ്റും. ഇന്ന് നമുക്ക് പള്ളിയെന്ന് പറയും. അപ്പോൾ പള്ളിയിൽ ഏകമനസ്സോടുകൂടി വന്ന് കുർബാനയിൽ പങ്കെടുക്കുകയും മറ്റ് കാര്യങ്ങളിൽ പങ്കുവെക്കുന്ന സ്നേഹത്തിൻ്റെ അനുഭവത്തിലേക്കൊക്കെ നമ്മൾ വരികയും ചെയ്യണമെന്നുള്ളത് ആ ലേഖനത്തിൽ നമ്മൾ വായിക്കും. ഇത് 4-ാമത്തെ സുവിശേഷത്തിൽ നിന്നാണ്. അവിടെ നമ്മൾ ആദ്യം തന്നെ വായിച്ചതാണ്. ആ ഭാഗം തന്നെയാണ് വീണ്ടും. സുവിശേഷങ്ങളൊന്നും മാറിയിട്ടുണ്ടെന്നേ ഉള്ളൂ. ആദ്യം നമ്മൾ മർക്കോസിലൂടെയാണ് സന്ധ്യാവായന ശ്രദ്ധിച്ചതെങ്കിൽ ഇവിടെ മത്തായി എഴുതിയിരിക്കുന്ന ഭാഗത്തു നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നതേ ഉള്ളൂ. അവിടെ തുടങ്ങുന്നത് എങ്ങനെയാണ്? യേശുമ്പുരാൻ അവിടുന്ന് ഗലീലയ്ക്ക് പോയി നസ്രത്തിനെ വിട്ട്
സെബുലൂന്റെയും നഫ്താലിയുടെ അതിർത്തിയിൽ കടൽത്തീരത്ത് കഫർനഹൂമിൽ ചെന്ന് പാർത്തു. കടൽത്തീരത്തെ വഴിയും യോർദാന്റെ തീരങ്ങളും പുറജാതികളും ഗലീലയുമായ സെബുലൂൻ നഫ്താലി ദേശങ്ങളിലുള്ള അന്ധകാരത്തിലിരിക്കുന്ന വലിയ ജനം പ്രകാശത്തെ കണ്ടു എന്നും മരണത്തിന്റെ ദേശത്ത് നിഴലിലിരിക്കുന്നവർക്ക് പ്രകാശം ഉദിച്ചുവെന്നും യേശയ്യാ ദീർഘദർശിയാൽ പറയപ്പെട്ടത് ഇതിനാൽ നിവൃത്തിയായി. അതുമുതൽ യേശു തമ്പുരാൻ സ്വർഗരാജ്യം സമീപിച്ചിരിക്കൊണ്ട് അനുദപിപ്പിനെന്ന് പ്രസംഗിച്ചു തുടങ്ങി. അവിടെ വീണ്ടും പറയുന്നത് ഇങ്ങനെ ഗലീല കടൽത്തീരത്ത് നടക്കുമ്പോൾ കീപ്പ എന്ന് വിളിക്കപ്പെട്ട സമൂഹനും അവന്റെ സഹോദരൻ അന്ത്രയോസും ആയ 2 സഹോദരന്മാർ കടലിൽ വലയിടുന്നത് കണ്ട് അവർ മീൻപിടുത്തക്കാരായിരുന്നു. അവരോട് നിങ്ങൾ എൻ്റെ പിന്നാലെ വരുവിൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കി തീർക്കാമെന്ന് പറഞ്ഞു. അവർ ഉടനെ ഞങ്ങളുടെ വലകൾ ഉപേക്ഷിച്ച് അവൻ്റെ പിന്നാലെ ചെന്നു. അവൻ അവിടെ കടന്നു ചെന്നപ്പോൾ സെബയുടെ പുത്രൻ യാക്കോബും അവൻ്റെ സഹോദരൻ അന്ത്രയോസും ആയ വേറെ സഹോദരന്മാർ, അങ്ങനെ ഈ 4 പേരാണ് ആദ്യം യേശുവിനെ അനുഗമിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നു, യേശുവിനെ അനുഗമിക്കുന്ന ഒരു വ്യക്തി അയാളുടെ പ്രവൃത്തി എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? അന്ധകാരത്തിലും മരണത്തിന്റെ ദേശത്ത് അല്ലെങ്കിൽ നിഴലിലും ഇരിക്കുന്നവരെ പ്രകാശത്തിലേക്ക് നയിക്കുക എന്ന് പറഞ്ഞാൽ പാപമരണത്തിലായിരിക്കുന്നവരെ നിത്യജീവനിലേക്ക് നയിക്കുക, ആത്മഹത്യാ പ്രവണതയിലിരിക്കുന്നവരെ ക്രിസ്തുവേശുള്ള പ്രത്യാശയിലേക്ക് നയിക്കുക, ഇരുട്ടിൽ അറിവില്ലായ്മയിലിരിക്കുന്നവരെ അറിവിലേക്ക് നയിക്കുക. ഇരുട്ടിനെ നമുക്ക് അങ്ങനെ ചിന്തിക്കാം, അറിവില്ലായ്മയിലിരിക്കുന്നത് വെളിച്ചത്തിലേക്ക് നയിക്കുവാനായിട്ട് സാധിക്കും. അപ്പൊ ഈ ഞായറാഴ്ചത്തെ ഈ വായനകൾ കൊണ്ട് നമുക്ക് നമ്മളെ തന്നെ ദൈവകരങ്ങൾ സമർപ്പിക്കാം. കർത്താവേ, ആ ശിഷ്യന്മാരെയൊക്കെ വിളിച്ചതുപോലെ എന്നെയും വിളിക്കണമേ. എനിക്കുള്ളതും എന്നെ തന്നെയും തിരുമുമ്പാകെ സമർപ്പിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് പറയും. 2, മറ്റുള്ളവർ കൂടി പങ്കുവെക്കേണ്ട, മറ്റുള്ളവർ കൂടി കിട്ടേണ്ട സമ്പത്തുകളെല്ലാം സ്വന്തമായിട്ട് എടുത്ത് സൂക്ഷിച്ചു വെക്കാതെ ആവശ്യക്കാർക്ക് വിതരണം ചെയ്യുവാനുള്ള നല്ലൊരു മനസാക്ഷിയും നമുക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും. അങ്ങനെ നമ്മൾ യേശുവിൻ്റെ നല്ല വിശ്വസ്ത പടയാളികളായിരിക്കുവാൻ കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കും. അവർക്ക് ഈ പങ്കുവച്ചിട്ടൊന്നും ഒരു കുറവും വന്നില്ലല്ലോ. പങ്കുവെക്കുമ്പോൾ വീണ്ടും വീണ്ടും കൂടുതൽ കിട്ടുകയല്ലോ. അതുകൊണ്ട് നമുക്ക് പങ്കുവെക്കുന്ന അനുഭവം. അപ്പോൾ 3 കാര്യങ്ങൾ നമ്മൾ ഈ വചനത്തിൽ നിന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട. 1, അവർ യേശുക്രിസ്തുവിന് തന്നെ സമർപ്പിച്ചു. കാരണം എന്താണ്? സുവിശേഷത്തിൽ വിശ്വസിക്കുക, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അപ്പോൾ ദൈവരാജ്യം അംഗങ്ങളാകുവാൻ വിളിക്കപ്പെട്ടവര് അല്ലെങ്കിൽ സമർപ്പിക്കപ്പെട്ടവര് അവർ പിന്നെ സമ്പത്തൊന്നും വലുതായി കാണരുത്. സമ്പത്തെല്ലാം മറ്റുള്ളവർക്കും കൂടി ഇല്ലാത്തവരുമായി പങ്കുവച്ച് വിശുദ്ധീകരണം പ്രാപിക്കുക. 2, അപ്പം മുറിക്കുക, കൂട്ടായ്മ ആചരിക്കുക എന്ന് പറഞ്ഞാൽ സത്യസന്ധമായി ജീവിക്കുക, ദേവാലയത്തിൽ പോവുക, വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുക, കുർബാന സ്വീകരിക്കുക, അങ്ങനെ വിശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ട് ഒരു വിശുദ്ധ ജീവിതം നയിക്കുക. അപ്പോൾ നമ്മൾ യേശുക്രിസ്തുവിന്റെ ശിഷ്യരായി തീരും. ദൈവം നമ്മളെല്ലാവരെയും അതിനായി സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിങ്ങളും ഞങ്ങൾക്ക് വേണ്ടി കൂടുതൽ പ്രാർത്ഥിക്കണം. ദിവസവും ഈ ശുശ്രൂഷ യൂട്യൂബ് ചാനലിലൂടെ വന്നുകൊണ്ടിരുന്നതാണ്. ചില സാങ്കേതിക കാരണങ്ങളാൽ അതെല്ലാം തടസ്സം വന്നു. വീണ്ടും അതെല്ലാം ക്രമീകരിക്കപ്പെടുവാൻ, ആത്മനിറവുള്ള ശുശ്രൂഷകൾ നടത്തുവാൻ പ്രാർത്ഥിക്കണമേ എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഒരു വാക്ക് നമുക്ക് നമ്മളെ തന്നെ താഴ്ത്തി സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് പിരിയാം. നിത്യനും വാഴ്ത്തപ്പെട്ടവരുമായി ഞങ്ങളുടെ സ്വർഗ്ഗപിതാവേ, ഈ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. പിതാവേ, ദൈവം തരാതെ ഞങ്ങൾക്കൊന്നുമില്ല എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. അറിവാണെങ്കിലും ആരോഗ്യമാണെങ്കിലും സമ്പത്താണെങ്കിലും മക്കളാണെങ്കിലും മാതാപിതാക്കളാണെങ്കിലും എന്തും ഞങ്ങൾക്ക് സുരക്ഷിതമായി ഞങ്ങളുടെ കയ്യിൽ ശാശ്വതമായിരിക്കണമെങ്കിൽ ഞങ്ങൾക്ക് ദൈവം തരേണ്ടതുണ്ടെന്നുള്ള ആ ഒരു വലിയ ബോധ്യത്തിലേക്ക് ഞങ്ങൾ ഇപ്പോൾ പ്രവേശിക്കുകയാണ്. ഒപ്പം തന്നെ ദൈവത്തിൻ്റെ ആത്മാവ് പ്രേരിപ്പിക്കുന്നതനുസരിച്ച് പങ്കുവെക്കുവാനും വിട്ടുകൊടുക്കുവാനുള്ള മനസ്സും ഞങ്ങൾക്ക് ദൈവം തന്നെ തരണം. ഞങ്ങളുടെ സമ്പത്തും ഞങ്ങൾക്കുള്ളതെല്ലാം ദൈവമേ അങ്ങ് തന്നെ ഞങ്ങൾക്ക് തരണം. മാത്രമല്ല അത് അങ്ങയ്ക്ക് വേണ്ടി മറ്റുള്ളവർക്ക് കൂടി പങ്കുവെക്കാനുള്ള ഒരു മനസ്സും അങ്ങ് ഞങ്ങൾക്ക് തരണം. ഞങ്ങളുടെ മനസ്സും മനസ്സാക്ഷിയും തിരുമുമ്പാകെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വിശുദ്ധീകരിക്കണമേ, പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ. എല്ലാ നന്മകളാലും അനുഗ്രഹങ്ങളും ഐശ്വര്യങ്ങളാലും വചനം കേൾക്കുന്ന മക്കളെയും നീ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കും. ഇവർക്ക് പങ്കുവെക്കുന്ന ഒരു മനോഭാവം ഉണ്ടാകുക
ദൈവവചനത്തെ മുറുകെ പിടിക്കുന്ന മനോഭാവം ഉണ്ടാകാൻ, എൻ്റെ കർത്താവ് അറിയാതെ എനിക്കൊന്നും സംഭവിക്കുന്നില്ല എന്നുള്ള തിരിച്ചറിവുണ്ടാകും. ആരെല്ലാം വഞ്ചിച്ചാലും ആരെല്ലാം ചതിച്ചാലും ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവന് കഷ്ടതകളും പീഡനങ്ങളും അല്പകാലത്തേക്ക് ഉണ്ടാവുകയുള്ളൂ. അത് കഴിയുമ്പോൾ അവൻ ധന്യനായിത്തീരുമെന്നുള്ള യാക്കോബിൻ്റെ ജീവിത സാക്ഷ്യങ്ങളൊക്കെ ഞങ്ങൾ തിരിച്ചറിയുന്നു കർത്താവേ. അതുകൊണ്ട് ഈ ലോകത്തിൽ കുറ്റമറ്റ ദൈവമക്കളായിരിക്കുവാൻ നിങ്ങൾക്ക് ഭാഗ്യം തരണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും ആമേൻ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, എല്ലാ മാസവും അവസാനത്തെ ആഴ്ചയിൽ, ഇവിടെ 4-ാമത്തെ ആഴ്ചയിൽ ധ്യാനം നടക്കുന്നു. താമസിച്ചുള്ള ധ്യാനത്തിൽ പങ്കുചേരണമെന്ന് ഓർപ്പിക്കുന്നു. ധ്യാന ദിവസങ്ങളിലെ പ്രോഗ്രാം ചാർട്ടുകളെല്ലാം നിങ്ങൾക്ക് ഈ യൂട്യൂബ് ചാനലിൽ ലഭിക്കുന്നതാണ്. നിങ്ങൾ പ്രാർത്ഥിച്ചൊരുങ്ങി ധ്യാനത്തിന് വരണമെന്ന് ഓർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവത്തിൻ്റെ നാമം മാത്രം മഹത്വപ്പെടുന്നതാണ്.